സൈലം ലേണിംഗ്. എല്ലാവർക്കും ശ്രുതി ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് കേട്ടോ. അതിനു മുൻപ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പില് ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? അവരൊക്കെ ഇതാ വാട്സപ്പ് നമ്മുടെ ലിങ്കില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ആ ഒരു ലിങ്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ, അതിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് കിട്ടുന്ന ലൈവ് ക്ലാസ്സിന്റെ നോട്ട്സ് ഒക്കെ എടുക്കുക, അത് ഉപയോഗിച്ച് പഠിക്കുക കേട്ടോ. കാട്ടിലെ കളികൾ എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾ പഠിക്കുന്നില്ലേ? അടിസ്ഥാന പാഠാവലിയിലെ കാട്ടിലെ കളികൾ അല്ലെ? കണ്ണനും കൂട്ടുകാരും കാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് കളിച്ച് രസിച്ച് തിമർക്കുന്ന ഒരു ചെറുശ്ശേരിയുടെ ഒരു എന്താണ് കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് കാട്ടിലെ കളികൾ അല്ലെ? ചെറുശ്ശേരി നമ്പൂതിരിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം ചെറുശ്ശേരി നമ്പൂതിരി അല്ലെ. അപ്പോ അദ്ദേഹത്തിന്റെ കൃഷ്ണഗാഥ, മഞ്ചരി വൃത്തത്തിൽ എഴുതിയ കൃഷ്ണഗാഥയിലെ കാട്ടിലെ കളികൾ എന്നൊരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിലൊരു പ്രധാന പരീക്ഷാ ചോദ്യമുണ്ട്. നമുക്ക് ഒരു മോഡലും എവിടെയൊന്നും നോക്കാനില്ല, പക്ഷെ അത് കാണുമ്പോൾ ഇതൊരു പരീക്ഷാ ചോദ്യമാവാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ടീച്ചർക്ക് തോന്നിയ ഒരു ചോദ്യമാണേ, നമുക്ക് നോക്കിയാലോ. കാട്ടിൽ പോയ കണ്ണനും കൂട്ടരും അവിടെ എന്തെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കളികളാ അവര് കളിച്ചതല്ലേ? കുയില് പാടുമ്പോൾ കുയിലിന്റെ കൂടെ പാടുകയും അല്ലേ, മയില് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ശബ്ദം ഉണ്ടാക്കുകയും കുരങ്ങിന്റെ വാനരന്റെ വാലിൽ പിടിക്കുകയും അരയന്നത്തെ പോലെ നടക്കുകയും അല്ലേ, തന്റെ ശബ്ദം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് മാറ്റൊലി കൊള്ളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ടീച്ചറ് നാളെ ലൈവ് ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സിലൊക്കെ കണ്ടാല് ഈ ഒരു പാഠമാണ് കാട്ടിലെ കളികൾ. അതിമനോഹരമായ കവിതയാണ്, നമുക്ക് രസിച്ച് പഠിക്കാം. ഇപ്പൊ ടീച്ചർ ഈ ഒരു ചോദ്യം ഇവിടെ പറയാണ്, നിങ്ങൾ കളിക്കുന്ന കളികളും മായുള്ള സാമ്യ വ്യത്യാസങ്ങൾ ഏകദേശം നിങ്ങൾ കളിക്കുന്ന കളി പോലെയാണോ ഇത്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ എന്ത് എഴുതണം? അവരെന്തൊക്കെ കളികളിലാണ് ഏർപ്പെട്ടത്, എന്തൊക്കെ കളികളാണ് കളിക്കുന്നത്. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾ കളിക്കുന്ന കളികൾ ഏതൊക്കെയാണ്, അതും എഴുതണോ. എന്നിട്ട് ഇത് തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം അതിന്റെ ഉത്തരം. കുയില് പാടുമ്പോൾ കൂടെ പാടുകയും മയില് കൂവുമ്പോൾ കൂടെ കൂവിയും പറക്കുന്ന പക്ഷിയുടെ പുറകെ അതിന്റെ നിഴല് നോക്കി ഓടുകയും അരയന്നങ്ങൾ നടക്കുമ്പോൾ അതുപോലെ നടന്നും കൂവി വിളിച്ച് സ്വന്തം ശബ്ദത്തിന്റെ പ്രതിധ്വനി ആസ്വദിച്ചും മരത്തിൽ കയറുന്ന കുരങ്ങിന്റെ വാലിൽ പിടിച്ചും തുടങ്ങിയ രസകരമായ കളികളിൽ ഏർപ്പെട്ട് കണ്ണനും കൂട്ടുകാരും ആനന്ദിച്ചു. നല്ല രസമുള്ള കളിയില്ലേ? കുയില് പാടുമ്പോൾ കൂടെ പാടുന്നു, മയില് പാടുമ്പോൾ കൂടെ കൂവുന്നു. പിന്നെയോ പറക്കുന്ന പക്ഷിയുടെ പുറകെ എന്താണ്? പറക്കുന്ന പക്ഷിയുടെ പുറകെ അതിന്റെ നിഴല് നോക്കി ഓടുകയാണ്. പിന്നെ അരയന്നങ്ങൾ നടക്കുമ്പോൾ അതുപോലെ നടന്നിട്ടും ശബ്ദമുണ്ടാക്കിയിട്ടും സ്വയം ശബ്ദമുണ്ടാക്കി അതിന്റെ മാറ്റൊലി പ്രതിധ്വനി ഇങ്ങനെ കേട്ടൊക്കെ രസിക്കുകയാണ് ആരെ? കണ്ണനും കൂട്ടുകാരും. ഒരു കുരങ്ങൻ വാനരൻ മരത്തിന്റെ മുകളിൽ കയറുമ്പോൾ അതിന്റെ വാല് പിടിച്ച് വലിക്കുന്നുണ്ട് അല്ലേ? വാല് പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു കണ്ണന്റെയും കൂട്ടരുടെയും കാട്ടിലെ കളികള് അല്ലേ. ഇനി കണ്ണനും കൂട്ടരും ഇതൊക്കെയാണ് കളിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ രസകരമായ കളി. ഇനി നമ്മുടെ കളികൾ എന്തൊക്കെയാണ്? നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കും, അതുപോലെ മൊബൈൽ ഫോണിൽ കളിക്കില്ലേ, ഗെയിം കളിക്കൂലേ. അപ്പോ കണ്ണന്റെയും കൂട്ടരുടെയും കളികൾ നമ്മൾ എഴുതിയേ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കളികളാണ്. അത് നമ്മൾ ഇങ്ങനെ എഴുതാം. കളിക്കോപ്പുകൾ ഉപയോഗിച്ചുള്ള കളികളാണ് ഇന്ന് കൂടുതലായും കളിക്കാറ്. ചെസ്, ക്യാരംസ്, ലുഡോ. അതുപോലെ വീടിനടുത്തുള്ള ഗ്രൗണ്ടുകളിലും സ്റ്റേഡിയത്തിലും ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, കബഡി തുടങ്ങിയ കളികൾ. കൂടാതെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിംസ്. ഇതൊക്കെയാണ് പല കുട്ടികളും ഇന്ന് ഇഷ്ടപ്പെടുന്നത് അല്ലേ. കുറച്ചു കാലം മുൻപ് വരെ കണ്ണുപൊത്തിക്കളി, കുളംകര, മാണിക്കച്ചെമ്പഴുക്ക തുടങ്ങിയ നാടൻ കളികളും കുട്ടികൾക്ക് ഹരമായിരുന്നു. എന്നാൽ അത്തരം കളികൾ ഇന്ന് പലയിടത്തും കാണാനില്ല അല്ലേ? അത്തരം കളികൾ ഇന്ന് പലയിടത്തും കാണാനില്ല. കണ്ണന്റെയും കൂട്ടുകാരുടെയും രസകരമായ കളികൾ ഏറെ സന്തോഷം തരുന്നവയാണ്. ഇത്തരം കളികൾ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി ലോകം കൈയടക്കിയപ്പോൾ കുട്ടികളുടെ ലോകവും അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. എഴുതിക്കൂടെ? കണ്ണന്റെയും കൂട്ടുകാരുടെയും രസകരമായ കളികൾ ഏറെ സന്തോഷം തരുന്നവയാണ്.
ഇത്തരം കളികൾ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി ലോകം കൈയടക്കിയപ്പോൾ കുട്ടികളുടെ ലോകവും അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി. നമുക്ക് എഴുതാം അല്ലെ ഇങ്ങനെ. അപ്പോ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ വരുന്നതായിരിക്കും. അതുപോലെ ലൈവ് ക്ലാസ്സുകൾ ടീച്ചർ നാളെ ലൈവിൽ വരുന്നുണ്ട്. എന്റെ മക്കളെ കൃത്യമായിട്ട് ലൈവ് ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.